2 ദിവസത്തേക്ക് വേണ്ടി എന്തിനാ ഓടിപ്പിടിച്ച് വന്നതെന്നുള്ളതല്ലേ. ഇതാണ് എൻ്റെ മമ്മായിക്ക് കാലിനൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് വന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിള്ളേരെല്ലാം ഇതുവഴിയും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ കുക്കിങ്ങിലോട്ട് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആര്യസിൽ നിന്നാണ് വാങ്ങിച്ചത്. ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വത്സാൻറ്റി ഉണ്ട്. അല്ല, തിരിച്ചാണ് പറയേണ്ടത്. വത്സാൻറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ചട്ടവും തവിയൊക്കെ പിടിച്ച് ഇതുവഴിയൊക്കെ നടക്കുന്നുള്ളതേ ഉള്ളൂ. ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അതിനൊരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. അപ്പം ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞ്. 2 പിള്ളേരാണ്, ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ ബ്രദർ ജോബിൻ. ഇതാണ് വത്സാൻറ്റി. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, മീൻ കറി, മോര് കറി, ചേന മെഴുക്കുവരട്ടി. ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പം കൊതി വരുന്നു. ഞാനിതൊന്നും ഉണ്ടാക്കാറേ ഇല്ല. വല്ലപ്പോഴും എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കേരള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അടിച്ചു പൊളിച്ച് നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വൈകുന്നേരം അവിടെ വീട്ടിൽ ഇതൊക്കെ ഇരുന്ന് പാർക്കിൽ പോകാനായിരുന്നു പ്ലാന് പിള്ളേരെയും കൊണ്ട്. കാരണം പക്ഷേ നടന്നില്ല. മഴയായതുകൊണ്ട് മഴ ചതിച്ചു. ഞങ്ങൾ പിന്നെ ലുലു മാളിൽ പോയി. അവിടെ കുറച്ച് നേരം പിള്ളേരെയും കൊണ്ടൊക്കെ കളിപ്പിച്ചേച്ച് അൻസാരീസ് കിച്ചൺ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അവിടെ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും അൽഫാം ചിക്കനും കബാബും ബിരിയാണിയും വായിക്കൂടെ വെള്ളം വന്നു. എല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോയി ഡിന്നറൊക്കെ കഴിച്ച് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.